മാത്തുക്കുട്ടി ജോസിക്കുട്ടിയുടെ മൂത്തക്കുട്ടി സൂസിക്കുട്ടി. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് നാളെ കാസർഗോഡ് തുടക്കം. വിഴിഞ്ഞവും ദേശീയപാത വികസനവും പ്രധാന നേട്ടങ്ങളായി അവതരിപ്പിച്ച വീണ്ടും ഒരു തുടർ ഭരണമാണ് ലക്ഷ്യം. ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കോടികളാണ് ചെലവ്. 4ാം വാർഷികാഘോഷത്തിന് പൊടിപൊടിക്കുന്നത് കോടികളാണ്. മുഖ്യമന്ത്രിയുടെ മുഖമുള്ള 500 പരസ്യ ബോർഡുകളാണ് സംസ്ഥാന വ്യാപകമായി ഉയർത്തുക. പാറശാല മുതൽ കാസർഗോഡ് വരെ പടത്തിന്റെ ഒരു 50 ഫ്ലക്സ് വെക്കണം. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇതിന് മാത്രം ചെലവ് 15 കോടിയിലേറെ. ഇവയുടെ ഡിസൈനിങ്ങിന് മാത്രം 10 ലക്ഷം രൂപ ചെലവ്. എന്റെ ഈ നേട്ടത്തിൽ ഒരു മലയാളിയും അഭിമാനം കൊള്ളണം. ഇതൊരാഘോഷമാക്കി മാറ്റണം. അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ വേണം പത്രമാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ. ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിക്കാൻ 3 കോടി 30 ലക്ഷം. അതിന് പറ്റിയ 2 സ്ഥലമുണ്ട്. എവിടെ? ഊളംപാറയും കുതിരവട്ടവും. റെയിൽവേ, KSRTC എന്നിവിടങ്ങളിൽ പരസ്യം നൽകാൻ 1 കോടി. ഇങ്ങനെ വാർഷികാഘോഷത്തിന്റെ പരസ്യ പ്രചാരണത്തിന് മാത്രമായി ധനവകുപ്പ് അനുവദിച്ചത് 25 കോടി 91 ലക്ഷം രൂപ. കാശ് കിട്ടൂല, പുതിയ ടെക്നിക്കാ. അതിന്റെ രണ്ടാം ജില്ലകൾ തോറും ശീതീകരിച്ച പന്തലുകൾ ഒരുക്കാൻ 3 കോടിയോളം രൂപയാണ് ചെലവാക്കുന്നത്. ദിവസേന പെട്രോളിന്റെ വില കുതിച്ചുയരുകയാണ്. അവശ്യ സാധനങ്ങളുടെ വില കാരണം സാധാരണ ജനങ്ങൾ പൊറുതിമുട്ടുന്നു. പിന്നെ ലോഡ് ഷെഡിംഗ്. ഇതിനിടയിൽ ഒരാൾ കേണലാകുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തോ, അനിൽകുമാർ. ടൂറിസം വകുപ്പിന്റെ സ്റ്റാളിനായി 1 കോടി 65 ലക്ഷം രൂപ. സ്വാഭാവികം. ജില്ലാതല യോഗങ്ങൾക്കായി 42 ലക്ഷവും സാംസ്കാരിക പരിപാടികൾക്കായി 2 കോടി 10 ലക്ഷവും ധനവകുപ്പ് വകയിരുത്തിയിട്ടുണ്ട്. ഇത് അഡ്ജസ്റ്റ്മെന്റ്. കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും. ദൂർത്തെന്ന ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും വിശാലമായ പ്രോഗ്രസ് കാർഡ് ഇറക്കിയാണ് പ്രതിരോധം. പാർട്ടിയുടെ സംഘടനാശേഷിയും പ്രതിപക്ഷത്തെ തമ്മിലടിയും വഴി ഭരണവിരുദ്ധ വികാരം മറികടന്ന് 3ാം പിണറായി സർക്കാർ എന്ന കണക്കുകൂട്ടലിലാണ് CPM. എന്റെ പൊന്നോ വേണ്ട. 100 രൂപയെങ്കിലും കൂട്ടിത്തരാൻ പറഞ്ഞ് കേഴുന്ന ആശമാർക്ക് കൊടുക്കാൻ നയാ പൈസയില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. സ്കൂളുകളിൽ കഞ്ഞി വെക്കുന്നവർക്ക് കൊടുക്കാൻ നയാ പൈസയില്ല. അംഗനവാടി ജീവനക്കാർക്ക് ഹോണറേറിയമോ പെൻഷനോ നൽകാൻ നയാ പൈസയില്ല. നിനക്കറിയോ, ഖജനാവിൽ ഇന്നാള് ഞാൻ കൈയിട്ട് നോക്കിയപ്പോഴേ കാലി. MLA-മാർക്കും മന്ത്രിമാർക്കും അടുത്ത മാസം ശമ്പളം കൊടുക്കണമെങ്കിൽ ADB-ന്നോ വേൾഡ് ബാങ്കിന്നോ ലോൺ എടുക്കണം. അതറിയോ? സംഭരിച്ച നെല്ലിന് കർഷകർക്ക് കൊടുക്കാൻ നയാ പൈസയില്ല. ക്ഷേമനിധി പെൻഷൻ നൽകാൻ നയാ പൈസയില്ല. സാമൂഹിക പെൻഷൻ കൂട്ടാൻ നയാ പൈസയില്ല. എന്ത് ചോദിച്ചാലും ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്ക് വിളച്ചെന്ന് പറയടാ. ആശുപത്രികളിൽ ജീവൻ രക്ഷാ മരുന്ന് വാങ്ങാൻ നയാ പൈസയില്ല. ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം നൽകാൻ നയാ പൈസയില്ല. പക്ഷേ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നവീകരണത്തിനും ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ, തേങ്ങാ കൊലയാ. കിഫ്ബി CEOയ്ക്കും PSC അംഗങ്ങൾക്കും ലക്ഷങ്ങളുടെ ശമ്പള വർധന ഉറപ്പാക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 100 കണക്കിന് ദീർഘകായ ചിത്രങ്ങൾ നാടെങ്ങും ഉയർത്താനും വാർഷികാഘോഷം അടിച്ചു പൊളിച്ചു നടത്താനും സർക്കാരിന് കോടികളുണ്ട്. തോന്നല്ലേ ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ